സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടി പോകുന്നത് ഡോക്ടർ ഷോ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 2 മൂന്നാമത്തെ എപ്പിസോഡാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, അതുപോലെ വീഡിയോ ലൈക്ക് നിങ്ങൾക്ക്. സോ ഞാൻ പറഞ്ഞു വിശ്വസിക്കാതെ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് ഇതിനെ കാണിക്കുന്നത് നമ്മുടെ തൈജു യൂസൂറിയെ സേക്കുന്റെ ഒരു സ്പൈ പോലെ സുക്കാട്സ് ആർമിക്കത്തിൽ പോയി ജോയിൻ ചെയ്യുകയാണ്. അവർ എപ്പോഴും സുക്കാട്സ് ആർമിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ് ഇരിക്കുന്നതെങ്കിലും ഒരു പെണ്ണ് എപ്പോഴും അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ സേക്കുന്റെ കല്ലറ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആണെങ്കിൽ ഇവരെ ഫോളോ ചെയ്ത് കാണുന്നുണ്ടായിരുന്നു. സുക്കാട്സൊക്കെ ഡൗട്ടൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മുടെ സേക്കുന്റെ കല്ലറ വന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സേക്കു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ യൂസൂറി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഈ കുഴി ആരോ തോണ്ടിയതുപോലെ ഉണ്ടല്ലോ എന്ന് തൈജുവിനോട് യൂസൂറിയെ ഈ കാര്യം പറയുകയാണ്. ഡൗട്ട് തോന്നിയ തൈജു ആണെങ്കിൽ ആ കുഴി തോണ്ടി ആ ഫോൺ അങ്ങ് പുറത്തേക്ക് എടുക്കുന്നത്. ഫോൺ എടുത്ത ആ സമയത്ത് തന്നെ നമ്മുടെ സേക്കുന് കോള് പോവുകയാണ്. ആ ഫോൺ എടുക്കുകയാണ്. ഒരുപാടത്തേക്ക് ഇമോഷണൽ ആക്കുന്നുണ്ടെന്ന് നമ്മുടെ സേക്കു പറയുകയാണ്. സേക്കുവിന്റെ ഫ്രണ്ട്സിന്റെ വോയിസ് എന്ന് ബാക്കിയുള്ളവർ ചിന്തിക്കുകയാണ്. യു ആൻഡ് യൂസൂറിയ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങനെയുണ്ട് എന്ന് നമ്മുടെ സേക്കു ചോദിക്കുന്ന സമയത്ത് നമ്മുടെ തൈജു പറയുകയാണ്, നീ അല്ലടാ സേക്കു, ഞാനാണ് സേക്കു എന്ന് നമ്മുടെ സേക്കു പറയുകയാണ്. ആ സാധനം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര ദൂരം ഉണ്ടെങ്കിലും സംസാരിക്കാൻ വേണ്ടി സാധിക്കും അല്ലേ? അത് വളരെയധികം അത്ഭുതമാണല്ലോ. റൂറിയുടെ അച്ഛൻ പറയുന്നു സയൻസ് എന്ന് പറയുന്നത് വളരെയധികം അമേസിംഗ് ആണ് എന്ന് നമ്മുടെ റൂറിയും പറയുന്നു. ഇതിന് ശേഷമാണ് അവർ സേക്കുനോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്ക് സന്തോഷ കണ്ണുനീര് വരികയാണ്. നിങ്ങളെല്ലാം അവരെ ഫോളോ ചെയ്തുകൊണ്ട് വന്നിരുന്ന ആ പെണ്ണ് കാണുന്നുണ്ട്. തൈജു ആൻഡ് യൂസൂറിയ, എൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. ഞാൻ പറയുന്ന എല്ലാ കാര്യത്തിനും നിങ്ങൾ തല മാത്രം ആട്ടിയാൽ മതി. കാരണം നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ അവിടെ കാണും. എന്തൊക്കെ പറഞ്ഞാലോ നിങ്ങൾ ജസ്റ്റ് തല മാത്രം ആട്ടിയാൽ മതി എന്ന് നമ്മുടെ സേക്കു പറയുക. സേക്കു, ഞാൻ നിന്നോട് ഒരു കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഈ പ്ലാനിൽ ആരും മരിക്കത്തില്ലല്ലോ. നമ്മുടെ തൈജു പറയുന്ന സമയത്ത് ആരും മരിക്കത്തില്ല എന്ന് നമ്മുടെ സേക്കും പറയുന്നു. ഈ സമയത്ത് തന്നെ നമ്മുടെ സേക്കു പ്ലാൻ പറയാൻ വേണ്ടി തുടങ്ങുകയാണ്. സോ കൊഹാക്കുന് മനസ്സിലാക്കുകയാണ് ഇവരെല്ലാരും വളരെയധികം നല്ല ആൾക്കാരാണ്. നമ്മുടെ സേക്കു ഒരു കാര്യം ചിന്തിക്കുന്നത്, നിങ്ങൾക്ക് മെസ്സേജ് തന്ന ആൾക്കാരെന്തി വരുന്നു. നമ്മുടെ തൈജു പറയുന്നത് ഞങ്ങൾക്കാരും മെസ്സേജ് ഒന്നും തന്നില്ല, ഞങ്ങൾ ഈ കുഴി തോണ്ടിയായിരുന്നു ഈ സാധനം എടുത്തത് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ സേക്കു ഷോക്ക് ആവുകയാണ്. സോ അവർക്ക് എന്തോ ഒരു പ്രശ്നം പറ്റി എന്ന് നമ്മുടെ സേക്കുന് മനസ്സിലാവുകയാണ്. മൂന്നുപേരും എങ്ങനെയൊക്കെ ഓടി ഒരു കുറ്റിക്കാട്ടിൽ പോയി ഒളിക്കുകയാണ്. ഇതൊക്കെ കണ്ട് വളരെയധികം ദേഷ്യം വന്ന നമ്മുടെ മാഗ്മ പറയുകയാണ്, ധൈര്യം ഉണ്ടെങ്കിൽ വെളിയിലേക്ക് വന്ന് അടിക്കണം. ആ സമയത്ത് നമ്മുടെ ക്രോം അവനെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് ലേറ്റ് ആയി. ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കിയാലും അവന് മനസ്സിലാക്കും എന്ന് നമ്മുടെ ഗെന്നു പറയുന്നു. നമ്മൾ ഓടുന്ന ശബ്ദം ഫോളോ ചെയ്തുകൊണ്ട് അവൻ ഉറപ്പായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. രണ്ടുപേരും ഫോൺ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. സോ അതിനുവേണ്ടി ഗെൻ അങ്ങോട്ട് പോകണം. സമയത്ത് തന്നെ നമ്മുടെ മാഗ്മയുടെ പൊട്ട ബുദ്ധിയിൽ ഒരു ബുദ്ധി തെളിയുകയാണ്. മാഗ്മയും ക്രോമും കൂടെ അങ്ങോട്ട് ഓടിപ്പോകും. അവൻ വിടുന്ന അമ്മ മുഴുവനും ക്രോമിന് ഒരു ഷീൽഡ് പോലെ യൂസ് ചെയ്തിട്ട് തടയും. എന്നിട്ട് മാഗ്മ പോയിട്ട് അവനെ അടിച്ച് തറയിലിടും. സമയത്ത് തന്നെ നമ്മുടെ ക്രോമിന് ഒരുപാടത്തേക്ക് ദേഷ്യം വന്നിട്ട് നമ്മുടെ മാഗ്മാനോട് കയറി ചൂടാക്കിയായിരുന്നു. നമ്മുടെ ക്രോമിന് ഒരു ഐഡിയ തോന്നുന്നത് യൂസറിയാനും ബാക്കപ്പ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന ബാറ്ററി അവന്റെ കയ്യിലുണ്ട്. സോ അതെടുത്ത് ഒരു സ്ഥലത്തിലേക്ക് എറിയുകയാണ്. അവിടെ ഒരുപാടത്തേക്ക് ശബ്ദവും അതുപോലെ തന്നെ സ്മോക്കും വരികയാണ്. സോ ഇവിടുന്നവനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്രോമും അതുപോലെ തന്നെ മാഗ്മ അവിടെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ പ്ലാൻ പോലെ തന്നെ നമ്മുടെ ഗെന്നാണെങ്കിൽ തൈജുവിന്റെ യൂസറിയുടെ അടുത്തേക്ക് ഓടുകയാണ്. ഓടുന്ന ശബ്ദം യൂസ് ചെയ്തുകൊണ്ട് അവൻ ഇവരെ ആക്രമിക്കുകയുമാണ്. ഇത് ചെയ്യുന്ന പ്ലാൻ ഒരിക്കലും ഫെയിൽ ആകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗെൻ അവിടെ കിടന്ന് ഓടുകയാണ്. ചില സൈഡിലുള്ള നമ്മുടെ നിക്കീനെയാണെങ്കിൽ യൂസറിയും കൂടെ ചേർന്നിട്ട് അവരുടെ കൂട്ടത്തിൽ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഐജു നിക്കീനോട് പറയുകയാണ്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. ഐജുവിനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാണിക്കുന്നത് വില്ലേജ് ആണ്. ഹേ സേക്കു, നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ കോപ്പർ റോൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കാസ്കി പറയുന്നു. സേക്കു ഉണ്ടാക്കിയ ഓഡിയോ പ്ലെയർ വർക്ക് ആകുന്നത് നമ്മുടെ ജീൻറോ കൈയിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. ഇതിനിടെ വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ സേക്കു അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാക്കുകയാണ്. നമ്മുടെ സേക്കു ചിന്തിക്കുകയാണ്, നീ എവിടാണ്? നീ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാൻ മൊത്തത്തിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. തന്നെ നമ്മുടെ വില്ലേജിലേക്ക് ഗെന്നു വരികയാണ്. സോ ഗെന്നിനെ കണ്ട് എല്ലാ ആൾക്കാർക്കും സന്തോഷം വരികയാണ്. ചെയ്തതിന്റെ ഒരു ചെറിയ തെറ്റുണ്ട്. തൈജുവിന്റെ യൂസറിയുടെ അടുത്തേക്ക് നമ്മുടെ ഗെന്ന് പോകുവാണെന്നാണ്. എന്നാൽ വില്ലേജിലേക്കാണ് നമ്മുടെ ഗെൻ വന്നത്. ഞാൻ മിസ്റ്റേക്ക് വരുത്തത്തില്ല. ഈ ജോലി തന്നത് തന്നെ സുക്കാട്സയാണ്. നിങ്ങൾ എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കാര്യം സുക്കാട്സനോട് പോയി റിപ്പോർട്ട് ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ ഞാൻ സുക്കാട്സനോട് എന്ത് ചെന്ന് പറഞ്ഞാലും നിങ്ങൾ എസ് എന്ന് തന്നെ പറയണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൈജുവിന്റെ മുഖത്തിട്ട് ഒരെണ്ണം കൊടുക്കുകയാണ് നമ്മുടെ നിക്കി. എന്ന് മാത്രമേ നീ പറയാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൈജുവിന്റെ മുഖത്ത് വീണ്ടും ഒരെണ്ണം ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ നിക്കി. ഫ്രണ്ട് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഇത് നമ്മുടെ തൈജുവിന്റെ മുഖത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഇത് നമ്മുടെ നിക്കി ചിന്തിക്കുന്നു. നമ്മുടെ തൈജു എടുത്തിട്ട് സേക്കുനെ വിളിക്കുന്നത് സ്മാർട്ട് ഫോണോ എന്ന് നമ്മുടെ നിക്കി ചിന്തിക്കുന്നു. ലില്ലിനാണ് സംസാരിക്കുന്നത് എന്ന് നമ്മുടെ ഗെന്നു പറയുന്നു. റിവൈവായോ എന്ന് നമ്മുടെ തൈജു സന്തോഷിക്കും. നമ്മുടെ മാനേജർ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സേക്കു സംസാരിക്കുന്നു. സേക്കു അല്ലേ എന്ന് നമ്മുടെ തൈജു ചിന്തിക്കുന്നു. ആൾക്കാരെല്ലാം റിവൈവ് ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വരികയാണ് എന്ന് പറയുകയാണ്. എല്ലാവരും റിവൈവ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തൈജു അവിടെ കിടന്ന് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യൂസൂറിക്ക് മനസ്സിലാക്കിയാണ്, സേക്കു ഇതായിരുന്നു നിന്റെ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് അവൾ ടെൻഷൻ അടിക്കുന്നു. ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും കല്ലായിട്ട് മാറി നിങ്ങൾ തിരിച്ചു വന്നു. ഞാൻ നിങ്ങളുടെ
ഒരു വലിയ ഫാനാണ്. മറ്റുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ലൈഫ് ചെറുതായിട്ടെങ്കിലും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലില്ലിയനെ പോലെ വോയിസ് ഉപയോഗിച്ച് എന്നെ പറ്റിക്കാൻ നോക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളെ കൊന്നു കളയും. നിനക്ക് വലിയൊരു ബാഡ് ലക്ക് തന്നെയാണുള്ളത്. നീ റിവ്യൂ ചെയ്താലാണ് സുക്കാട്സ. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ലില്ലിയന്റെ ഫാനും. ലില്ലിയൻ തന്നെയാണെങ്കിൽ എന്നോട് ക്ഷമിക്കും. ലില്ലിയൻ ആണെന്ന് അറിയാൻ വേണ്ടി എനിക്ക് നിന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം. എത്ര കോപ്പീസ് മൊത്തത്തിൽ വിറ്റ് പോയിട്ടുണ്ട്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ നിക്കി ആണെങ്കിൽ നമ്മുടെ കെന്നിനോട് ചോദിക്കുകയാണ്. ഇനി എങ്ങനെ ഉത്തരം പറയുമെന്ന് നമ്മുടെ യൂസൂറിയെ ചിന്തിക്കുന്നു. പറഞ്ഞ സമയത്ത് എന്റെ മെമ്മറി മൊത്തത്തിൽ ലൂസ് ആയിട്ട് എനിക്കിപ്പോ മെമ്മറി ഒന്നുമില്ല എന്ന് നമ്മുടെ കെന്നെ സേക്കുനോട് ചോദിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ സേക്കു മൊത്തത്തിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഗുഗിനെ പറഞ്ഞു കൊടുക്കുകയാണ് മില്യൺ കോപ്പീസ് എന്ന് നമ്മുടെ സേക്കു ഗെന്നിനോട് പറയുകയാണ്. ഗുഗിനെ നമ്മുടെ ഗെന്നാണെങ്കിൽ അവളോട് പറയുകയാണ് 16 മില്യൺ കോപ്പീസ് ആണ് വിറ്റ് പോയിരിക്കുന്നത്. സോ ഇത് കേട്ട നിക്കി പറയുകയാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ക്വസ്റ്റ്യൻ ഇത് ലില്ലിയന് മാത്രമേ അറിയത്തുള്ളൂ. നിനക്ക് അത്യാവശ്യം ലക്കൊക്കെ ഉണ്ട് എന്ന് നമ്മുടെ ഗെന്ന് പറയുകയാണ്. സൈസ് എത്ര എന്ന് നമ്മുടെ നിക്കി ചോദിക്കുന്നു. സോ ഇത് കേട്ട നമ്മുടെ ഗെന്ന് സേക്കു ഇല്ലാതാക്കിയാണ്. സേക്കുവിന്റെ അച്ഛനാണെങ്കിൽ ലില്ലിയന്റെ കൂടെ എടുത്തൊരു ഫോട്ടോ ഉണ്ട്. സോ ആ ഫോട്ടോ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ സേക്കു പറയുകയാണ് 5 എന്ന് നമ്മുടെ സേക്കു പറയുകയാണ്. സോ അതുപോലെ തന്നെ നമ്മുടെ ഗെന്നു അതിൽ കൂടെ വിളിച്ച് പറയുകയാണ് നിങ്ങൾ ഫേക്ക് ആണ്, ഒരിക്കലും തന്റെ ഫാൻസിനോട് തന്റെ സൈസിനെ കുറിച്ച് പറയത്തില്ല. ലില്ലിയൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഗെൻ മൊത്തത്തിൽ തന്നെ ഇല്ലാതായി പോവുകയാണ്. വേറെ വഴിയൊന്നുമില്ല, നമ്മൾ തോറ്റുപോയി എന്ന് നമ്മുടെ ഗെന്ന് പറയുന്ന സമയത്ത് തന്നെയായിരുന്നു നമ്മുടെ സേക്കു പോയിട്ട് ആ മ്യൂസിക് പ്ലെയർ ഓൺ ആക്കുന്നത്. ഓഡിയോ ക്വാളിറ്റിയൊക്കെ ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ സേക്കു പറയുന്നു. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമ്മുടെ യൂസൂറിയയ്ക്ക് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഈ സൗണ്ട് ഇത് ഉറപ്പായിട്ടും ലില്ലിന്റെ തന്നെയാണ്. ഞാൻ ഈ പാട്ട് 1000 തവണ കേട്ടിട്ടുണ്ട്. ലില്ലിയൻ ഇപ്പോഴും ജീവനോടില്ലെന്നുള്ള ഒരു കാര്യം എനിക്കറിയാം. പക്ഷേ ഈ സോങ് അത് ഉറപ്പായിട്ടും ലില്ലിയൻ തന്നെ പാടിയതാണ്. സോ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ സേക്കു അത് ശരിയാണെന്ന് പറയുന്നു. ഇതുപോലെ എല്ലാ പാട്ടും നിനക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുമോ എന്ന് അവൾ ചോദിക്കുന്ന സമയത്ത് ഇത് പറയുകയാണ് ഇത് തന്നെയാണ് നമ്മുടെ ചാൻസ്, പറ്റും എന്ന് പറയണം. ഇത് തന്നെ നമ്മുടെ സേക്കു പറയുകയാണ് പറ്റത്തില്ല, പക്ഷേ ഈ പാട്ടാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിനക്ക് വേണ്ടി ഇവിടെ സേഫ് ആയിട്ട് തന്നെ വെച്ചിരിക്കാം എന്ന് നമ്മുടെ സേക്കു അവളോട് പറയുകയാണ്. താങ്ക് യു, നിങ്ങളുടെ ഇന്റലിജൻസിൽ എനിക്ക് നിങ്ങളോട് പ്രണയം തോന്നുന്നു എന്ന് നമ്മുടെ നിക്കി പറയുകയാണ്. ഒന്നും ആവശ്യമില്ല എന്ന് നമ്മുടെ സേക്കു പറയുകയാണ്. എല്ലാ ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഈ സോങ് ആവശ്യമുണ്ട്. എനിക്ക് ഈ പാട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിന്റെ ജീവൻ കൊടുക്കാൻ വേണ്ടി നീ തയ്യാറാണ്. സേക്കു ചോദിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ നിക്കി പറയുകയാണ് ഞാനും ഇനിയും തൊട്ട് കിങ്ഡം ഓഫ് സയൻസിന്റെ ഒരു മെമ്പർ ആണെന്ന്. ആർമിക്കത്തിലെ ഒരാളെ അവരുടെ സൈഡിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നമ്മുടെ സേക്കുവിന്റെ പ്ലാൻ ചെറുതായിട്ടൊന്ന് കുളവായി, എന്നാലും സക്സസ് ആയിട്ടുണ്ട്. വെച്ചാല് നമ്മുടെ ലില്ലിയന് ജീവനോടില്ല എന്നുള്ള കാര്യം നമ്മുടെ നിക്കിക്ക് മനസ്സിലാവുകയാണ്. പക്ഷേ ഇതിന്റെ ഒരു പാട്ടിന്റെ DVD സേക്കുന്റെ ഉണ്ടെന്നുള്ളത് കൊണ്ട് മാത്രമാണ് കിങ്ഡം ഓഫ് സയൻസിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ആർമിക്കത്തിലെ ഒരു മെമ്പറിനെ കിങ്ഡം ഓഫ് സയൻസിൽ നമ്മുടെ സേക്കു ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നു. ഇനി കുറെ മെമ്പേഴ്സിനെ കൂടെ കിങ്ഡം ഓഫ് സയൻസിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് തന്നേക്കുക. റെസ്റ്റോറൻറ്റിലെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആരാണ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ആരിഗാത്തോ ഗോസേവാസ്.